Hello friends, welcome to Shali's Kitchen. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു മലബാർ സ്പെഷ്യൽ ഉന്നക്കായ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആൻഡ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷാലിസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടത് നേന്ത്രപ്പഴം ആണ് കേട്ടോ. അത് ഞാനിപ്പോൾ ഇത് വലിയ പഴമാണ്. അപ്പോൾ ഞാനിതൊരു 3 സ്ലൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യമായ തേങ്ങ ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി റീസൺസ്, പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് 2 to 3 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ വരെ ആവാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും അണ്ടിപ്പരിപ്പും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു ഇഡ്ഡലി പാത്രം എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം സ്റ്റീമർ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പഴം വെച്ച് കൊടുക്കാം കേട്ടോ. സോ ഇത് അത്ര പഴുത്ത പഴം എടുക്കരുത് കേട്ടോ. ഇത് തൊലി കറുത്തിട്ടുണ്ടെങ്കിൽ ഇത് അത്ര പഴുത്തിട്ടില്ല. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5 to 6 മിനിറ്റ്സ് ഇത് സ്റ്റീം ചെയ്ത് എടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, ഞാനിത് അടച്ചു വെക്കട്ടെ. ഓക്കെ, ഇതപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് ഇതായി കിട്ടിയാൽ മതി. ഇത് അവിടെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. ഞാനിപ്പോൾ ഇത് നെയ്യിലാണ് കേട്ടോ ഇത് ഫില്ലിങ് റെഡിയാക്കണത്. കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊന്ന് മെൽട്ടായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. കാഷ്യൂ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റൈസൻസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പം ഇത് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളുടെ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ പഞ്ചസാരയും തേങ്ങ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇത് തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ പഴം വെന്തിട്ടുണ്ടാവും. നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലാക്ക് സാധനം എടുത്ത് കളയണം കേട്ടോ. അതെടുത്ത് കളഞ്ഞിട്ട് ഇത് നന്നായി ഉടച്ചെടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ഇതൊന്ന് ഇതെങ്ങനെ കളഞ്ഞിട്ട് ഇത് ഉടച്ചെടുക്കുന്നത് ഇങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ അതിലെ ബ്ലാക്ക് ഇത് കളഞ്ഞിട്ട് ഇത് ഉടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ പരത്തി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മിഡിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഓക്കെ, കുറച്ച് ഫില്ലിങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് ഈ ഷേപ്പിൽ വരണം കേട്ടോ. നമുക്ക് ബാക്കിയുള്ള ഉന്നക്കായും ഇതുപോലെ ചെയ്തെടുക്കാം. ഓക്കെ, പാൻ ഓൺ ചെയ്യുക. ഇതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് സാധാരണ ഇത് ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യണത്. ഞാനിപ്പോൾ ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ പാൻ ഒന്ന് ചൂടാവട്ടെ. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരുന്ന ഇതിട്ട് കൊടുക്കും. ഓക്കെ, ഇതിപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഫ്രൈ ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ വരെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നോക്കൂ, ഇപ്പം നല്ല ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതെടുത്തിട്ട് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഉന്നക്കായും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഉന്നക്കായ വാഴയിലയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാഴയില ഞങ്ങൾക്ക് കിട്ടാറില്ല, വിഷുവായ സമയത്ത് കിട്ടിയതാണ്. ഈ ഒരു വാഴയിലേക്ക് $2 ആൻഡ് അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഒന്ന് സെർവ് ചെയ്ത് വെച്ചേക്കാം. ആൻഡ് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൻ. ബൈ.